അപ്പം ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഫുഡ് എന്നൊരു കണ്ടന്റാണ്. അപ്പോൾ കഴിക്കാതെ കുറേ പേരുണ്ടാവുമല്ലോ, അവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് തരുന്നുള്ള രീതിയാണ്. പക്ഷെ അവർ ഏത് പ്രൈസ് പറഞ്ഞാലും ഞാൻ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇത് നമ്മുടെ സ്പോൺസർഷിപ്പ് ആക്കിയിട്ടുള്ളത് ലൈക്ക് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ഓക്കെ ചേട്ടാ, ഞാനൊരു ബിരിയാണി ചാലഞ്ച് ആയിട്ട് വന്നതാണ്. നിങ്ങൾ ഈ ബിരിയാണീൻ്റെ പ്രൈസ് പറഞ്ഞാൽ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് വരും. ജസ്റ്റ് ഒരു ഗസ് ചെയ്തായി. അപ്പോൾ ചേച്ചിക്കുണ്ട് ഈ ഒരു അവസരം. ഒരു വെറുതെ ഒന്ന് റേറ്റ് പറഞ്ഞോ. 150. ചേച്ചിയുടെ ഒരു ഗസ് എത്രയാണ് ഏകദേശം? 150 തന്നെ. രണ്ടാൾ പറഞ്ഞത്രയും ശരിയാണ്. രണ്ടുപേർക്ക് എന്തായാലും ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എനിക്ക് ബിരിയാണി കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചില്ലല്ലോ? അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാം. ഓക്കെ, നല്ല ബിരിയാണിയാണ് എന്തായാലും. ഓക്കെ, നമ്മുടെ തന്നെ ഹോട്ടലിലുള്ളൊരു ബിരിയാണിയാണ്. നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞേക്കും. ഓക്കെ അല്ലേ? രണ്ടുപേരും ഹാപ്പി അല്ലേ? ഓക്കെ ചേച്ചി, ഇതൊരു ബിരിയാണിയാണ്. ചേച്ചി ഈ ബിരിയാണിയുടെ പ്രൈസ് പറഞ്ഞാൽ ഞാൻ ചേച്ചിക്ക് ഫ്രീ ആയിട്ട് തരും. ചേച്ചി വെറുതെ ഒരു റേറ്റ് എന്തായാലും ഇതിൻ്റെ കറക്റ്റ് പറയണം. ചേച്ചി റേറ്റ് എത്ര ആയിരിക്കും ബിരിയാണിയുടെ? ഈ ബിരിയാണിയുടെ റേറ്റ് 120 രൂപയാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. അത് ചേച്ചി പറഞ്ഞത് ശരിയാണ്. എന്തായാലും അത് ചേച്ചിക്ക് നമ്മൾ ഒരു നേരത്തെ കണ്ടന്റ് ഫുഡിൽ ചേച്ചിക്കാണ് ഇപ്പോൾ നമ്മൾ പ്രൈസ് കിട്ടി. ഓക്കെ, ബിരിയാണി എന്നൊരു പ്രൈസ് കിട്ടി എന്തായാലും. ഓക്കെ, താങ്ക് യു. എന്തായാലും ഒരു നേരത്തെ ഫുഡ് എന്ന കണ്ടന്റ് ഞാൻ എന്താ തുടരുന്നതായിരിക്കും. പിന്നെ 2-3 പേർക്ക് കൊടുത്തിരുന്നു, പക്ഷെ അവർക്ക് മുഖം കാണിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കാണിച്ചില്ല. പിന്നെ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ലൈക്ക് റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഒരു പ്രാവശ്യം ഫുഡ് കഴിക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും ഈ ഒരു കണ്ടന്റ് ഞാൻ തുടരുന്നതാണ്.